ഹരിപദത്തിലേക്ക് സ്വാഗതം. ഗുരുവായൂരപ്പൻ്റെ കൃഷ്ണനാമങ്ങൾ എത്ര കേട്ടാലും നമുക്ക് മതി വരില്ല. തൃശ്ശൂർ ശ്രീഹരി ഭജന സംഘത്തിലെ നമുക്ക് ഏറെ പ്രിയപ്പെട്ട ആരാധ്യരായ ഗായകർ ശ്രീ കൃഷ്ണമൂർത്തി സ്വാമിയും ശ്രീ ശങ്കർ റാംജിയും ഒപ്പം ശ്രീ കേശവൻ മാസ്റ്ററും നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് കൃഷ്ണനാമങ്ങളിലൂടെയാകാം ഇന്നത്തെ ഈ അധ്യായം. നമസ്കാരം. നിങ്ങളുടെ ഭജനാമൃതം എന്ന ആൽബം സീരീസ് ഒട്ടേറെ വോളിയം ഇറങ്ങിയിട്ടുണ്ട്. അതിൽ കൃഷ്ണനാമങ്ങൾ ഒട്ടേറെയുണ്ട്. നമുക്ക് പാടി തുടങ്ങാൻ ആദ്യം ഏതാണ് ഒരു നാരായണ നാമം? പാണ്ഡുരംഗ വിട്ടലേ ഹരിനാരായണ, പാണ്ഡുരംഗ വിട്ടലേ ഹരിനാരായണ, ഹരിനാരായണ ഭജനാരായണ, ഹരിനാരായണ ഭജനാരായണ, ഹരിനാരായണ ഭജനാരായണ, ഹരിനാരായണ ഭജനാരായണ, പാണ്ഡുരംഗ വിട്ടലേ ഹരിനാരായണ. ഗുരുവായൂരമ്പലത്തിൽ ദർശനം നടത്തുക എന്നുള്ളത് വളരെ ധന്യമായ ഒരു അനുഭവമാണ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതിൻ്റെ കൃഷ്ണനെ ഭജിക്കുന്നതിൻ്റെ ഒരു അനുഭവം ഈ അവസരത്തിൽ പറയാം? ശരിക്കും ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ പോയി കഴിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നാരായണീയം, ഭാഗവതം ഈ വക കാര്യങ്ങളൊക്കെയാണ് ആൾക്കാർക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഈക്വൽ ഇമ്പോർട്ടൻസ് നാമസങ്കീർത്തനം, തന്ത്രങ്ങളും മന്ത്രങ്ങളും കൊണ്ട് നടക്കാത്ത പല കാര്യങ്ങളും നാമസങ്കീർത്തനത്തിനുണ്ട്. അതുകൊണ്ട് അവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കെട്ടിയിട്ടുള്ള സ്ഥലത്ത് തന്നെ ഒരുപാട് ഭജനകളും സംഗീത കച്ചേരികളും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അങ്ങനെ ഞങ്ങളും ഗുരുവായൂർ പോയിട്ട് ഞങ്ങൾക്ക് ആ മേൽപ്പത്തൂരിൽ ഭജന പാടാനുള്ള അവസരം ഞങ്ങൾക്ക് ഒരു 4-5 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പറയാൻ പറ്റാത്തൊരു കാര്യമാണ് ആ ഒരു അനുഭൂതി. സ്വാമി പാടിയിട്ടുള്ള കൃഷ്ണനാമങ്ങൾ ഇപ്പോൾ ഈ അവസരത്തിൽ ഏതാണ്? ഒരു 2 വരി ഒരൽപ്പം നമുക്ക് വേണ്ടി ചൊല്ലാം. നാരായണ നാരായണ ജയ് ജയ് ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ് ജയ് ഗോപാല ഹരേ, നാരായണ നാരായണ ജയ് ജയ് ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ് ജയ് ഗോപാല ഹരേ, നാരായണ നാരായണ ജയ് ജയ് ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ് ജയ് ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ് ജയ് ഗോപാല ഹരേ. അതായത് ഭജനകള് തമിഴിലാണ് കൂടുതലും, ഒപ്പം മലയാളത്തിലും മറ്റ് ഭാഷകളിലൊക്കെ ആയിട്ട് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജിലൊക്കെ ആയിട്ട് നിങ്ങളുടെ ഭജനാമൃതം എന്ന ആൽബത്തിലും പിന്നെ അയ്യപ്പ ഭക്തികൾ മാത്രമായിട്ട് ഭക്തി മലറിലും വന്നിട്ടുണ്ട്. അപ്പൊ ഭജനാമൃതത്തിൽ എല്ലാ ദേവീദേവന്മാരെയും വർണ്ണിക്കുന്ന ഭജനകളുടെ കൂട്ടത്തിലാണ് ഈ കൃഷ്ണനാമങ്ങൾ. അപ്പൊ ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിനെ വർണ്ണിക്കുന്ന മറ്റൊരു ഭജന ഏതാണ് ഈ അവസരത്തിൽ ചൊല്ലുക? പാരത്തിൽ ശ്രേഷ്ഠമായ ഭാരത ഭൂമി തന്നിൽ ഗുരുവായൂർ പുരം വാണിടും ഗോപാലകൃഷ്ണ തൃക്കണ്ണാലൊന്ന് നോക്കണേ, ഞങ്ങളെ തൃക്കണ്ണാലൊന്ന് നോക്കണേ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിന് അതിരുകളില്ല. അതുകൊണ്ട് തന്നെ എന്തൊരു തിരക്കാണ് ഗുരുവായൂരമ്പലത്തിൽ എപ്പോഴും അല്ലേ? അതായത് മറ്റ് ജോലി തിരക്കുകളിലും ജീവിത തിരക്കുകളിലൊക്കെ പെടുമ്പോഴും അതിന് സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും. അവിടെ വന്ന് തൊഴാൻ, ഭജനമിരിക്കാൻ, ദർശനം നടത്താൻ, അവിടുത്തെ അന്നദാനം അല്ലേ കഴിക്കാനായി അവിടെ എത്രയോ മണിക്കൂറുകൾ ക്യൂവിൽ നിന്നിട്ടാണെങ്കിലും ഒരു അരനിമിഷത്തെ ദർശനത്തിന് വേണ്ടി ആളുകൾ കാത്തു നിൽക്കുന്നത് ഭഗവാന്റെ ശക്തി ചൈതന്യം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന്റെ ആ ശക്തിയെ വർണ്ണിക്കുന്നത് പലപ്പോഴും ഭജനകളിലൂടെ, പാട്ടുകളിലൂടെ ആവുക എന്നത് നിങ്ങൾക്കും കിട്ടിയൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. ഏതാണ് സ്വാമി മറ്റൊരു ഭജന ഈ അവസരത്തിൽ ചൊല്ലുക? കോവിൽ മുന്നേ കൂടി നിன்று കോടി ജന്മ പാപം തീര ഗുരുവായൂരപ്പ നമസ്കാരം ചെയ്യുகின்றோ. கோவில் முன்னே கூடி நின்று கோடி ஜென்ம பாபம் தீர குருவாயூரப்பா நமஸ்காரம் செய்கின்றோ. ശരിക്കും കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ
ഗുരുവായൂരും ശബരിമലയുമാണ് ഏറ്റവും തിരക്കേറിയ ക്ഷേത്രം. ശബരിമല സീസണലായിട്ടാണ്. അയ്യപ്പന്റെ പാട്ടുകൾ നിങ്ങൾ പാടിയതൊക്കെ സൂപ്പർ ഹിറ്റുകളാണ്. ഇപ്പൊ ശങ്കരാംജി പാടിയിട്ടുള്ള നീ സിരിത്താൽ, അഖിലമെല്ലാം പ്രേക്ഷകർക്ക് വളരെ സുപരിചിതമായിരിക്കും ഈ പാട്ടുകളൊക്കെ. വൻപുലിയിൻ മീതിലെ ഭക്ത പരിപാലനിതോ, കറുപ്പ് വെഷ്ടി കിട്ടിയത്. പിന്നെ സ്വാമി പാടിയിട്ടുള്ള പാട്ടുകളിലും അയ്യനെ മയ്യനെ, ഇഞ്ചിപ്പാറക്കോട്ട, ദേവ വിളിക്കുന്നു ഞാൻ എന്ന ഗാനം അങ്ങ് പാടിയതൊക്കെ കാസറ്റുകളിലൂടെ കേട്ട് സുപരിചിതമാണ് ആളുകൾക്ക്. അങ്ങനെ തന്നെയാണ് കൃഷ്ണഭക്തിയാണ്. ഇപ്പം നിങ്ങൾ പാടിയതല്ലെങ്കിലും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്ന ചില പാട്ടുകൾ, ഇപ്പോൾ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, അത് ആരാണ് ആ ഗാനം ആലപിച്ചിരുന്നത്? അത് ആലാപനം ചെയ്തത് ഷാരടിയാണ്. ഷാരടി ഉണ്ടായിരുന്നു, തൈക്കാട്ടുശ്ശേരി. ഓം നമോ നാരായണ. ഇതൊക്കെ കാസറ്റുകൾ ഞങ്ങൾ ചെറുപ്പം മുതലേ കേട്ട് അത്രയും ഫെമിലിയർ ആയതുകൊണ്ടാണ് ഡോക്ടർ പറയുന്നത്. മറ്റൊരു ഗാനം ഈ അവസരത്തിൽ പാടുന്നത് നീലമേഘ ശ്യാമാരാധേ ഗോപാല, നീലമേഘ ശ്യാമാരാധേ ഗോപാല, നിത്യാനന്ദ മൂർത്തേ രാധേ ഗോപാല, നിത്യാനന്ദ മൂർത്തേ രാധേ ഗോപാല. അതായത് കൃഷ്ണന്റെ വർണ്ണനകളിൽ മയിൽപ്പീലിയുടെ അഴകുണ്ട്, വെണ്ണയുണ്ട്, കൃഷ്ണന്റെ ഓരോ കൗസ്തുഭമുണ്ട്. കൃഷ്ണനെ കുറിച്ച് പാട്ടുകളിൽ എഴുതുന്ന ആൾക്ക് ഉപമകളായിട്ട്, ഉദാഹരണങ്ങളായിട്ട്, വരികളായിട്ട് എത്രയോ ബിംബങ്ങളാണ്. അതൊക്കെ ഈ ഭജനയിലും വരുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും വിദേശത്തുമൊക്കെയും പ്രോഗ്രാമുകൾ പോകാറുണ്ട് ഇല്ലേ? അപ്പൊ അങ്ങനെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള വീണ്ടും വീണ്ടും പാടി കേൾക്കണമെന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഭജന ഈ അവസരത്തിൽ ഏതാണ് ചൊല്ല? നാരായണ ഹരി നാരായണ ഭജോ നാരായണ നമോ നാരായണ, നാരായണ ഹരി നാരായണ ഭജോ നാരായണ ഹരി നാരായണ ഭജോ നാരായണ നമോ നാരായണ, നാരായണ ഹരി നാരായണ, നാരായണ ഭജോ നാരായണ, നാരായണ ഹരി നാരായണ ഭജോ നാരായണ നമോ നാരായണ, നാരായണ ഹരി നാരായണ നമോ നാരായണ ഭജോ നാരായണ. 90കളിലൊക്കെ ബാല്യ കൗമാര യൗവനങ്ങൾ ആസ്വദിച്ചവർക്ക് ഒരു നൊസ്റ്റാൾജിയാണ് ഈ പാട്ടൊക്കെ. ഇപ്പൊ എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ കോടന്നൂർ ശാസ്താംകടവിൽ ധനുമാസം 1-ാം തീയതി അയ്യപ്പൻ വിളക്കിന് എത്രയോ വർഷം നിങ്ങളുടെ സംഘമാണ് വന്ന് ഭജന അവതരിപ്പിക്കാറ്. അതില് വേൽ വേൽ വളരെ പ്രശസ്തമായ പാട്ടാണ് അല്ലേ? മുരുകൻ. ആ പാട്ടൊക്കെ ചെറിയ കുട്ടികൾ പോലും ഓർത്ത് ഏറ്റുപാടി കുഞ്ഞു കുഞ്ഞു പ്രായത്തിൽ പാടുന്നതാണ് ആ പാട്ടൊക്കെ. പിന്നെ ശിവനെ കുറിച്ചിട്ടുള്ളതാണെങ്കിൽ നല്ല നല്ല പാട്ട്, ദേവീ കീർത്തനങ്ങളുണ്ട്, ഗണപതി സ്തുതികളുണ്ട്, കൂട്ടത്തിൽ കൃഷ്ണനാമങ്ങൾ ഒരുപാടുണ്ട്. അപ്പം മലയാളത്തിലും തമിഴിലുമായിട്ട് പാടിയ നിരവധി പാട്ടുകളിൽ തമിഴിലുള്ള ഒരു കൃഷ്ണ ഗീതി ഒന്ന് ഏതാണ് ഈ അവസരത്തിൽ ചൊല്ലുക? നീലമേഘ ശ്യാമള വർണ്ണ, நினைவினிலே வாழ்கிறேன் கண்ணா, கண்ணா 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 கண்ணா. കൃഷ്ണക്ഷേത്രങ്ങൾ ദർശനം നടത്തിയിട്ടുള്ളതിൽ ഗുരുവായൂരിന് പുറമെ വേറെ ഏതൊക്കെയാണ് എടുത്തു പറയാൻ ഓർമ്മയിൽ നിൽക്കുന്ന അത്തരം നല്ല തീർത്ഥാടനങ്ങൾ ഉണ്ടാവുക? മധുര, കാസർഗോഡ്, അവിടെ ഞങ്ങൾ പോയി പാടി. മധുർഗണം അവിടെ അല്ല, ഞങ്ങൾ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിൽ ഡൽഹി തൊട്ട് ഈ നമ്മുടെ കന്യാകുമാരി വരെ എല്ലാ സ്ഥലങ്ങളും ഓൾമോസ്റ്റ് ആയിരക്കണക്കിന് സ്റ്റേജുകളിൽ ഭജന നടത്തിയിട്ടുണ്ട്. നമ്മൾ കണക്ക് വെച്ചിട്ടില്ല മാത്രം ആയിരക്കണക്കിന് സ്റ്റേജിൽ ഭജനകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ചും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരുവിധം അമ്പലങ്ങളിലൊക്കെ ഞങ്ങൾ തിരുനാവായ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ തൃപ്രയാർ ശ്രീരാമസ്വാമി, ഗുരുവായൂരൊന്നും നമ്മൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ മെയിനായിട്ടുള്ള അമ്പലങ്ങളിൽ ശരിക്കും പാട്ട് പാടാൻ കഴിയുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് അവർ പാടിയ പാട്ടുകൾ ആ അമ്പലങ്ങളിൽ ഓരോ ദിവസവും രാവിലെയും സന്ധ്യയ്ക്കും റെക്കോർഡിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. ആ നാട്ടിലുള്ള സമീപവാസികളായിട്ടുള്ള ആളുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. ഇനി ഒരു തീർത്ഥാടനം ശബരിമലയ്ക്ക് ഗുരുവായൂരോ പോകുമ്പോൾ വണ്ടിയിൽ ഈ പാട്ടുകൾ വെച്ചുകൊണ്ടിരിക്കുക. ആ ദേവസന്നിധികളിൽ ഗുരുവായൂരോ ശബരിമലയിലോ മറ്റ് മഹാക്ഷേത്രങ്ങളിൽ കൊടുങ്ങല്ലൂരോ ചോറ്റാനിക്കരോ ഒക്കെയുള്ള കാസറ്റ് കടകളിൽ ഈ പാട്ടുകൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? ശബരിമലയിലും ഈ അമ്പലങ്ങളിലൊക്കെ പാടാനും അവിടെ
അവർക്ക് പാടാൻ അവസരം കിട്ടുക. അങ്ങനെ നോക്കിയാൽ എത്രയോ വലിയൊരു ബ്ലെസ്സിങ് ആണ്. അതെ അതെ. അപ്പോൾ കൃഷ്ണന്റെ വിശേഷണങ്ങൾ തന്നെ എത്രയുണ്ട്. നമ്മൾ കണ്ണൻ എന്ന് വിളിക്കുന്നു, ഗുരുവായൂരപ്പൻ എന്ന് വിളിക്കുന്നു, കൃഷ്ണൻ എന്ന് വിളിക്കുന്നു, മുകുന്ദൻ എന്ന് വിളിക്കുന്നു, വാസുദേവൻ എന്ന് വിളിക്കുന്നു, അല്ലേ? നന്ദലാല എത്രയോ വിശേഷണങ്ങളിലൂടെയാണ് കൃഷ്ണന്റെ. ജനാർദ്ദനൻ, ഒരു അടുത്തൊരു ഭജന അങ്ങനെയാണെങ്കിൽ കൃഷ്ണന്റെ ഏത് വിശേഷണത്തിലായിരിക്കും തുടങ്ങുക? നന്ദലാല ഹരേ നന്ദലാല ഹരേ നന്ദലാല ഹരേ നന്ദലാല യദു നന്ദലാല നന്ദലാല ഹരേ നന്ദലാല ഹരേ നന്ദലാല ഹരേ നന്ദലാല യദു നന്ദലാല പവനപുരേശ ശ്രീ നന്ദലാല പാൽക്കടൽ വാസ ശ്രീ പരന്ധാമ. ഈ പാട്ടുകൾ ഒരുക്കുന്നതിൽ അതിന്റെ രചന, സംഗീതം, ഒപ്പം സഹഗായകരായിട്ട് ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്ത് അങ്ങനെ കുറെ പേരുണ്ടല്ലോ. ഒന്ന് ഓർക്കുകയാണെങ്കിൽ ആരൊക്കെയാണ് അവര്? ഇതിൻ്റെ ശരിക്കുള്ള സംഗീത സംവിധായകൻ എച്ച് രാമനാഥൻ പെരുമ്പാവൂരാണ്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി അന്ന് ഹാർമോണിയം വായിച്ചിരുന്ന ആൾ ഇപ്പം നിലവിലില്ല. വേലായുധ മാസ്റ്റർ എന്ന് പറയും, ആറാട്ടുപുഴ വിദ്യാധര മാസ്റ്റർ ശിഷ്യനാണ്. അദ്ദേഹത്തിന് ശേഷമാണ് ശരിക്കും ഈ കേശവ മാസ്റ്റർ ഞങ്ങൾക്ക് കിട്ടിയത്. അദ്ദേഹവും ഈ വേലായുധ മാസ്റ്റർമാരെ തന്നെ വായിക്കും. അതുമാതിരി ഹാർമോണിയം വേലായുധ മാസ്റ്ററായിരുന്നു, ഇപ്പോൾ കേശവ മാസ്റ്റർ. പിന്നെ തബല ജിനു എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. പിന്നെ ഡോൽ സതീഷ്, അദ്ദേഹവും ഞങ്ങളുടെ ഭജന സംഘത്തിലൊരു കാതലായിട്ടുള്ള ഒരാളാണ്. മൃദംഗം ഞങ്ങൾക്ക് എച്ച് ഗണേഷ് അതുമാതിരി ഉള്ള ആൾക്കാർ ഗ്രാമത്തിൽ നിന്നുണ്ട്. പക്ഷെ കൂടുതലും ഈ ജിനു ആണ് തബല വായിക്കുന്നത്. ഞങ്ങൾക്ക് തബലയും ഡോലുമാണ് ഞങ്ങൾക്ക് ആൾക്കാരുള്ളത്. പിന്നെ കോറസ് പാടുന്നതിന് ഞങ്ങൾക്ക് അരുൺ, ഗോപാലൻ എന്ന് പറഞ്ഞ 2 വ്യക്തികളുണ്ട്. അവരാണ് കോറസ് പാടുന്നത്. പിന്നെ വി ജി കൃഷ്ണൻ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ജോലി തിരക്കുള്ളത് കാരണം കൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തെ കിട്ടാൻ ബുദ്ധിമുട്ടാവുന്നു. പക്ഷേ നേരെ മറിച്ച് ഇതാണ് ഞങ്ങളുടെ സംഘം. ഇതിൻ്റെ സംവിധാനവും എച്ച് രാമനാഥനാണ്. ഞങ്ങൾ ഗുരുവായൂർ, ആറന്മുള, അതേമാതിരി കൃഷ്ണൻ്റെ അമ്പലങ്ങളിൽ ഏകദേശം ഈ രാമനാഥ സ്വാമിയുടെ കെയറോപ്പിൽ പോയിട്ട് ഞങ്ങൾ ഭജന പാടിയിട്ടുണ്ട്. ഈ ഭജനയിൽ ഞങ്ങളെ ബുക്ക് ചെയ്ത് വിളിച്ചിട്ടുള്ളത് ഗുരുവായൂരാണ്. വലിയ സന്തോഷം. കുറച്ച് സമയമെങ്കിലും കൂടുതൽ പാട്ടുകളും കൃഷ്ണ ഗീതികളും ഒക്കെ പാടി കേൾക്കാൻ, പറഞ്ഞു കേൾക്കാനൊക്കെ പറ്റിയതിൽ നമുക്ക് വീണ്ടും അടുത്തൊരു അവസരത്തിൽ കാണാം. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഒരു കൃഷ്ണഭജനം കൂടെ പാടിക്കൊണ്ട് നമുക്ക് ഇന്ന് പൂർത്തിയാക്കാം. പാണ്ഡുരംഗ പണ്ഡരിനാഥ പവന നമ ഗോവിന്ദ, പാണ്ഡുരംഗ പണ്ഡരിനാഥ പവന നമ ഗോവിന്ദ, ഹരി ഗോവിന്ദ ഹരി ഗോപാല, ഹരി ഗോവിന്ദ ഹരി ഗോപാല.